എല്ലാവർക്കും നമസ്കാരം. 50 വർഷമായിട്ട് കേരളത്തിൽ തകർത്ത് വാരി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യാപാരമാണ് ലോട്ടറി വ്യാപാരം. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കുറേ അധികം ആളുകൾ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് ഒരു അന്വേഷണം നടത്തി. ലോട്ടറി എടുത്ത് ലോട്ടറി അടിച്ച് നല്ല ഡീസൻ്റായി സമാധാനത്തിലും ഐശ്വര്യത്തിലും ജീവിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടോയെന്നറിയാൻ ഞങ്ങളൊരു 3-4 ജില്ലകളിൽ ഞങ്ങൾക്കറിയാവുന്നതുപോലെയൊക്കെ ഒരു അന്വേഷണം നടത്തി നോക്കി. അറിയാവുന്നതെന്ന് പറയാൻ ഒറ്റ മനുഷ്യൻ പോലും ഒരിടത്ത് പോലും കാണിക്കാനില്ല എന്നതാണ് നമുക്ക് മനസ്സിലായ ഒരു സത്യം. അതിനകത്തൊരു കാര്യം മനസ്സിലാകുന്നു. 50 വർഷത്തോളമായിട്ട് കേരളത്തിൽ സംസ്ഥാന ഭാഗ്യക്കുറിയുണ്ട്. 1980 വരെ ഇതിൻ്റെ പ്രൈസ് 1 ലക്ഷം രൂപയായിരുന്നു. എന്ന് പറഞ്ഞാൽ 82, 83 സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ ഒരു ദിവസത്തെ പണിക്കൂലി 2 രൂപ, 1.5 രൂപ ഒക്കെ ഉള്ള കാലമാണ്. അത് കൂലിപ്പണിക്കാർക്ക് ഒരു 1.5 രൂപ, 2 രൂപ ഒക്കെ ഉള്ള 82 കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ ഒന്നാം സമ്മാനത്തിൻ്റെ പ്രൈസ് 80 വരെ 1 ലക്ഷം. അന്നും ധാരാളം ആളുകൾക്ക് ഇത് അടിച്ചിട്ടുണ്ട്. 1980 അല്ലെങ്കിൽ 81 ഇതിൻ്റെ പ്രൈസ് 5 ലക്ഷം രൂപയാക്കി ഒന്നാം സമ്മാനം. ആ സമയത്ത് പാലായിലെ ഒരു കോളേജിൽ സ്ഥിരമായി മരപ്പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു ആശാരി പണിക്കാരന് ഈ 5 ലക്ഷം രൂപ ഫസ്റ്റ് പ്രൈസ് അടിച്ചു. 5 ലക്ഷം രൂപയ്ക്കകത്ത് സർക്കാരിൻ്റെ പിടുത്തവും വലിയ എല്ലാം കഴിഞ്ഞ് 1.5 ലക്ഷം രൂപ അതിനകത്തുനിന്ന് എല്ലാം സർക്കാരിൻ്റെ അടിച്ചുമാറ്റലെല്ലാം കഴിഞ്ഞ് ബാക്കി 3.5 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് കിട്ടി. 3.5 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് കിട്ടിയപ്പോൾ പാലായിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഇച്ചിരി ഉള്ളിലോട്ട് കയറി ഒരു 3.5 ഏക്കർ സ്ഥലവും നല്ലൊരു വീടും കൂടെ ഒരാൾ പറഞ്ഞു, ഞാൻ നാട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ മലബാറിലേക്ക് പോവുകയാണ്, നിങ്ങൾ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഒരു 2.5 ലക്ഷം രൂപ തന്ന് ഈ വീട് സ്ഥലം എടുക്കുക, എന്നിട്ട് ഞാൻ അങ്ങ് പൊക്കോളാമെന്ന് പറഞ്ഞു. അന്നേരം ഈ ആശാരി പറഞ്ഞു, അത് നടക്കുകയില്ല, ഞാൻ ഇനി മരപ്പണി ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാനൊരു ബിസിനസ്സിന് പോകുക എന്നും പറഞ്ഞ് അദ്ദേഹം ഇത് ചെയ്തില്ല. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ ഉളി, കൊട്ടുപടി, മുഴക്കോല്, വാള് എല്ലാം കൂടെയുള്ള സഞ്ചി ഒരു ദിവസം അടിച്ച് പാമ്പായിട്ട് ആ മുത്തോലി പാലത്തെ ചെന്നിട്ട് ആറ്റിലോട്ടിട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ മുടിഞ്ഞ തൊഴിൽ ഇനി ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞാൽ ആ ഉളിയും കൊട്ടുപടിയും എല്ലാം കൂടുന്ന സഞ്ചി വെള്ളത്തിലോട്ടിട്ട് അത് ഒഴുകിയും പോയി. ഇയാൾ അവിടുന്ന് ഈ 3.5 ലക്ഷം രൂപ ഏതോ സാങ്കേതിക പരുവത്തിൽ അല്ലെങ്കിൽ ബാങ്കിലായിരിക്കുമല്ലോ ആ പൈസയായിട്ട് കട്ടപ്പനയ്ക്ക് പുകയില വ്യാപാരത്തിന് പോയി. പുകയില വ്യാപാരത്തിന് പോയി കൃത്യം 2 വർഷം കഴിഞ്ഞപ്പോൾ ആ കോളേജിൽ പഠിക്കുന്ന അന്ന് കോളേജിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയായിരുന്ന ആൾ പറയുക, കൃത്യം 2 വർഷം കഴിഞ്ഞപ്പം ഈ ആശാരി തിരിച്ച് ആശാരിപ്പണിക്ക് അവിടെ തന്നെ വന്നു, ഈ കോളേജിൽ തന്നെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 ലക്ഷം രൂപ 2 വർഷം കൊണ്ട് പുകയില കച്ചവടം ചെയ്ത് തീർത്ത് കളഞ്ഞു. ഞാനിവിടെ ഈ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ആദ്യത്തെ ടിക്കറ്റ് കിട്ടിയ ആളിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് വന്നപ്പോൾ തൊടുപുഴ ഭാഗത്തുള്ളതൊക്കെ കിട്ടിയേ. ആ ഭാഗ്യക്കുറി ഇറങ്ങിയിട്ട് എത്ര വർഷമായി? അത്രയും വർഷമായി അയാൾ മരിച്ചിട്ടും. പ്രൈസ് കിട്ടി, അന്നേരം ഒരു ടാക്സി ജീപ്പ് വിളിച്ചു. അന്നത്തെ കാലത്ത് ഇവിടെ ജീപ്പ് കിടന്ന് കളിക്കുന്ന കാലമാണ്. പുള്ളി തിരുവനന്തപുരത്തിനൊക്കെ പോയി അടിച്ച് പാമ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നു. അവസാനം പ്രൈസ് കിട്ടി സമയമൊക്കെ ആയപ്പോഴത്തേനും കടം കാരണം നിൽക്കത്തില്ലെന്നായി ആത്മഹത്യ ചെയ്തു പോയി. നമ്മൾ പറയുന്നത് കഴിഞ്ഞ 6 വർഷമായിട്ട് എന്നും ലോട്ടറിയുടെ ഫലം പുറപ്പെടുവിക്കുന്നുണ്ട്, എന്നും റിസൾട്ട് വരുന്നുണ്ട്. കണക്ക് കൂട്ടി നോക്കുമ്പോൾ, അങ്ങനെ കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ 2190 ഒന്നാം സമ്മാനക്കാർ കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. 2190 6 വർഷത്തെ 365 ദിവസവും വെച്ച് 6 വർഷം കൂട്ടുമ്പോൾ ഒരു ദിവസം എല്ലാ ദിവസവും ഓരോ ഫസ്റ്റ് പ്രൈസ് ഉണ്ട്, എല്ലാ ദിവസവും ഓരോ സെക്കൻഡ് പ്രൈസ് ഉണ്ട്, എല്ലാ ദിവസവും തേർഡ് പ്രൈസും ഉണ്ട്. അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ 2190 ഫസ്റ്റ് പ്രൈസുകാരനുണ്ട്, 2190 സെക്കൻഡ് പ്രൈസുകാരനുണ്ട്, 2190 തേർഡ് പ്രൈസുകാരുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ അന്യസംസ്ഥാന ലോട്ടറി വേറെയുണ്ട്, ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ പല പല സംവിധാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം അടിക്കുന്നുമുണ്ട്, ആൾക്കാർ എടുക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ നിരത്തുകളിൽ പ്രൈസ് കിട്ടിയ ധനവാന്മാരെ തട്ടിയിട്ട് നടക്കാൻ മേലാത്ത ഒരു സാഹചര്യവും അനുഗ്രഹമുള്ള കുറേ കുടുംബങ്ങൾ ഇവിടെ കാണണ്ടേ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ പറയുന്നു, അതിപ്പോൾ ഓൺലൈൻ ലോട്ടറി എന്നും പറഞ്ഞൊരു തട്ടിപ്പ് വന്നിട്ടുണ്ട്. പോലീസ് വരും, അന്നേരം അവന്മാർ സ്ഥലം വിടും. അപ്പോൾ തട്ടിപ്പ് നടത്തുമ്പോൾ എന്നാന്ന് ചോദിച്ചാൽ അത് 10 മിനിറ്റിനുള്ളിൽ ഫലം അറിയുമെന്നാണ് പറയുന്നത്. 10 മിനിറ്റിനുള്ളിൽ ഫലം അറിയുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ആവേശം മൂക്കും. അത് ശരിക്കും പറഞ്ഞാൽ ചീട്ടുകളി പോലെ തന്നെയായി. ആവേശം മൂക്കും, അതിനനുസരിച്ച് കളിക്കും. കളിക്കാൻ കൈ കാശില്ലേ പണയം വെക്കും. പണയം വെച്ചിട്ടും രക്ഷയില്ലാതെ വരുമ്പം പിന്നെ പോയി ആത്മഹത്യ ചെയ്യേ പറ്റുള്ളൂ. ഈയിടെ കണ്ട ഒരാൾ അങ്ങനെ ആത്മഹത്യ ചെയ്തെന്നുകൊണ്ടൊരു സൂചന കേൾക്കുന്നു.
അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ എൻ്റെയൊക്കെ അറിവിൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ആളുകൾക്ക് കമ്മീഷൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ടിക്കറ്റ് വിറ്റവൻ അന്നും ഇന്നും ഒരുപോലെ വഴിയെ നടന്ന് ടിക്കറ്റ് വിൽക്കുന്നുണ്ട്. ഏജൻറ്റുമാർ അന്നും ഇന്നും ഇരിക്കുന്നിടത്തിരുന്ന് വിൽക്കുന്നുണ്ട്. ഈ പ്രൈസ് കിട്ടിയവർക്ക് ഇവർക്കൊരു ഭാവി ഉള്ളതായിട്ട്, അങ്ങനെ ഒരു രക്ഷപ്പെട്ടതായിട്ട് ഒരുത്തനെക്കുറിച്ച് നമുക്കൊട്ട് അറിയത്തുമില്ല. ഇനി ഇതിൻ്റെ തട്ടിപ്പ് വശം വേറൊന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഭാഗ്യം നിങ്ങളെ മാടി വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്യമൊക്കെ പണ്ട് കേൾക്കാമായിരുന്നു, അനൗൺസ്മെൻറ്റൊക്കെ. ഇപ്പോൾ അനൗൺസ്മെൻറ്റൊന്നുമില്ല. പക്ഷേ ഈ ഭാഗ്യം ആർക്കാ? നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ലോട്ടറി നടക്കുന്നവർക്കാണ് ഭാഗ്യം. കേരളത്തിൽ പിന്നെ ദൈവാനുഗ്രഹത്താൽ ലോട്ടറി നടക്കുന്ന ഭാഗ്യത്തിൻ്റെ ഉടമസ്ഥൻ കേരള ഗവൺമെൻറ്റാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗ്യം നിങ്ങളെ മാറി വിളിക്കുന്നു. സാധാരണക്കാരായ ജനത്തിനോട് ഇന്നത്തെ അധ്വാനിച്ചുകൊണ്ട് വന്നതിൻ്റെ വീതം പിച്ചച്ചട്ടിയിൽ ഇട്ടിട്ട് പോകും എന്നും പറഞ്ഞ് പിച്ചച്ചട്ടി എന്ന ഭാഗ്യക്കുറിയുടെ സംവിധാനവും കാണിച്ച് സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ. ഇനി ചില വൻകിട ലോട്ടറിക്കാർ, ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കേട്ടു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികൾക്ക് ആരാ കൊടുത്തതെന്ന് സാധാരണക്കാർക്ക് അറിയാൻ മേലാതെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഫണ്ട് കൊടുക്കുന്നത്. ഒരു ലോട്ടറി രാജാവ് 1500 കോടി താഴെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പത്രങ്ങളിൽ ആളുടെ പേരും ഒക്കെ വായിച്ചതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുകൊണ്ട് എന്താണ് പൊതുജനത്തിന് ഒരു ഗുണം? 2 ഗുണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഭാഗ്യക്കുറി എടുത്ത് സർക്കാരിലേക്ക് പണം കൊടുക്കുന്നവൻ സംസ്ഥാന ഗവൺമെൻറ്റിനെ നിലനിർത്താനുള്ള ഒരു പാർട്ട്ണറായി അവൻ വർക്ക് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരെയും പിടിച്ചു നിർത്താനുള്ള അതിനുള്ള പണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു സംവിധാനത്തിനകത്ത് തങ്ങൾക്ക് ആശ്വസിക്കാം എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലോട്ടറി എടുക്കുന്ന സഹോദരന്മാരോട് പറയട്ടെ, അല്ലെ സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾ എത്ര വർഷമായി എടുത്തുകൊണ്ടിരിക്കുന്നു? നിങ്ങൾ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അന്നന്നത്തെ ഉപജീവനത്തിനുള്ള പണം എടുത്തല്ലേ നിങ്ങളിത് കൈകാര്യം ചെയ്യുന്നത്. വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ മുടക്കിയതും കിട്ടിയതും കൂടി ഒന്ന് നോക്കിക്കേ. വേറൊരു കാര്യം കൊണ്ടുണ്ട്, ഒരു ടിക്കറ്റ് എടുത്തു വെച്ചിട്ട് അതിൻ്റെ പ്രൈസ് വരുന്ന ദിവസങ്ങൾ വരെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കുറേ സമയം കൂടെ കളയല്ലേ. അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ സംസ്ഥാന സർക്കാരിന് പണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ ചില്ലി നാണയങ്ങൾ വരെ നിങ്ങൾ എന്തിനു കൊണ്ട് കൊടുക്കുന്നു? ഇതൊരു ചിന്ത. ഇതോട് ചേർത്ത് പറയട്ടെ, ഈ ലോട്ടറിയും ഈ മദ്യപാനവും ഈ കേരളത്തിലെ ജനം കൃത്യമായി ചിന്തിച്ച് ഞങ്ങൾ ലോട്ടറിയും എടുക്കുന്നില്ല, ഞങ്ങൾ മദ്യപിക്കുന്നുമില്ല എന്നൊരു തീരുമാനമെടുത്താൽ ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടെ നിന്നു പോകും. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തിയേക്കുന്ന 2 കാര്യങ്ങളാണ് ഈ ലോട്ടറിയും ഈ മദ്യവ്യാപാരവും. അങ്ങനെയെങ്കിൽ കേരളത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, ഈ ലോട്ടറി എന്ന മഹാവിപത്തിൽ നിന്നും നിങ്ങൾ തന്നെ അന്വേഷിക്കുക. ഇത് അടിച്ച് പണം കിട്ടിയവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള ഭാവിയുണ്ടോ എന്ന്. തിരുവനന്തപുരത്തൊക്കെ ഇവിടെ വലിയ പ്രൈസ് കിട്ടിയവൻ ഇപ്പോൾ ലോട്ടറി തട്ടുകട നടത്തുക. അങ്ങനെ വരുമ്പോൾ ഇതുകൊണ്ട് ഒരു നന്മയുമില്ല, ഇത് ആർക്കും അനുഗ്രഹവുമല്ല. ഈ പണത്തിനകത്തൊരു ശാപമുണ്ട്. ഈ പണം ഒരു പ്രാക്കുള്ളതുമാണ്. കാരണം ഇത് ആർക്കും ഗുണമാകുന്നില്ല. അങ്ങനെയെങ്കിൽ ഇത് വേണോ വേണ്ടയോ എന്നും, ഇതിൻ്റെ പേര് സർക്കാരിനെ നിർത്താൻ വേണ്ടി മാത്രമാണോ ഇത് കൈകാര്യം ചെയ്യുന്നതെന്നും, ഇതിലോട്ട് പോകുന്ന പണം നിങ്ങളുടെ കുടുംബത്തിൽ അരിയോ പലവ്യഞ്ജനങ്ങളോ അല്പം ഇറച്ചിയോ മീനോ ഒക്കെ മേടിക്കാനുള്ളതാണെങ്കിൽ അതിലേക്ക് നിങ്ങൾ തിരിയണമെന്നും, പിന്നെ ഇത് വിറ്റ് ഉപജീവനം കഴിയുന്നവർക്ക് അവർക്ക് ആ ഒരു ടിക്കറ്റേ കിട്ടുന്ന കമ്മീഷനാണ്. അതിനകത്ത് എന്ത് ചെയ്യണം എന്നിപ്പോൾ പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. പക്ഷേ സത്യത്തിൽ ഇത് ആർക്കും ഗുണമല്ല എന്നും ഇത് കിട്ടിയാലും ഒരു നന്മ ഉണ്ടാകത്തില്ലെന്നും ഉള്ള വിവരം നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.